ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് CPIM. വിവാദം അടഞ്ഞ അധ്യായമെന്നും CPM വിശ്വാസികൾക്കൊപ്പമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ UDF തീരുമാനം ഇന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ചടങ്ങിലേക്ക് ക്ഷണിക്കും. ഈ മാസം 20-ന് പമ്പയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വിവാദങ്ങളാണ്. യുവതീ പ്രവേശത്തെ പിന്തുണച്ചവർ തന്നെ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ചോദ്യമാണ് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കിയത്. എന്നാൽ വിവാദങ്ങൾക്കിടയിലും പ്രബല സമുദായ സംഘടനകളായ NSSഉം SNDPയും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനും ബോർഡിനും ആശ്വാസമായി. ഹൈന്ദവ വിഭാഗത്തിലെ സമുദായ സംഘടനകളുടെ പിന്തുണയോടെ സംഗമത്തെ എതിർത്തിരുന്ന BJPയുടെ നിലപാടും അയഞ്ഞിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംഘാടക സമിതി യോഗം ചേരുന്നുണ്ട്. ക്ഷണിക്കേണ്ട പ്രധാന വ്യക്തികളെ സംബന്ധിച്ചും സമിതി ആലോചിക്കും. പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ക്ഷണിക്കും. അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് CPM ശക്തമായ രംഗത്തുണ്ട്. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ UDFൽ വ്യത്യസ്ത അഭിപ്രായമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അയ്യപ്പ സംഗമത്തെ എതിർക്കുമ്പോൾ നല്ല കാര്യമെങ്കിൽ നടക്കട്ടെ എന്നാണ് ലീഗ് നിലപാട്. ഇന്ന് രാത്രി ചേരുന്ന UDF ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. 24 തിരുവനന്തപുരം. അതേസമയം ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ ദുഷ്ടലാക്കെന്ന് BJP നേതാവ് MT രമേശ്. ഇത് തിരിച്ചറിയാൻ സാമുദായിക സംഘടനകൾക്ക് കഴിയണം. നഷ്ടമായ വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത് എന്നും MT രമേശ് പറഞ്ഞു. അയ്യപ്പ സംഗമം CPMന്റെ ഒരു ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എന്താണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? ശബരിമലയോടും അയ്യപ്പ ഭക്തരോടും ഏറ്റവും കൂടുതൽ ദ്രോഹം കാണിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് LDFന്റെ ഗവൺമെൻറ്. CPMന്റെ നിലപാട് തന്നെ ശബരിമലയെ തകർക്കുക എന്നുള്ളതായിരുന്നു. ശബരിമല സംഭവത്തിന് ശേഷം CPMന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കുക എന്നുള്ള അജണ്ടയാണ്. അത് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് സാധിക്കും. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി സിൻഡിക്കേറ്റ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം യോഗം അംഗീകരിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ കോടതി വിധി പറയുന്നത് വരെ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ R രശ്മിക്ക് രജിസ്ട്രാറിന്റെ ചുമതല നൽകി. രജിസ്ട്രാറിന്റെ കസേരയിലിരിക്കുന്ന മിനി കാപ്പൻ ആരാണെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയ രജിസ്ട്രാറാണ് മിനി കാപ്പനെന്ന് VC മോഹനൻ കുന്നുമേൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ പ്രതിഷേധം കടുത്തു. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. ഒടുവിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങി VC മിനി കാപ്പനെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ തയ്യാറായി. ഇന്നത്തെ യോഗശേഷം മിനി കാപ്പൻ രജിസ്ട്രാർ ചുമതല ഒഴിയും. KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ R രശ്മിയായിരിക്കും കേരള സർവകലാശാല രജിസ്ട്രാർ. ഇതോടെ സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിക്കും താൽക്കാലിക പരിഹാരമായി. സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിക്കാനായിരുന്നു ആദ്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആലോചിച്ചത്. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ. UGC ചട്ടപ്രകാരം VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നു. ഗവർണറുടെ നീക്കം ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പ്രതികരിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഉറപ്പാക്കിയ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണത്തലവനെന്ന നിലയിൽ കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും VC നിയമനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഗവർണർ ഹർജിയിൽ ഉന്നയിച്ചു. ബംഗാളിലെ VC നിയമന മോഡലിൽ സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കുക. ഇതേ മാതൃകയിലാണ് കേരളത്തിലെ സെർച്ച് കമ്മിറ്റി നടപടികൾ കോടതി നിശ്ചയിച്ചത്. UGC ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ VC നിയമനത്തിൽ ഇടപെടാൻ ആകില്ലെന്നും ഗവർണർ ഹർജിയിൽ ആരോപിച്ചു. അതിനാൽ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും സെർച്ച് കമ്മിറ്റി തലവൻ റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ തയ്യാറാക്കുന്ന പാനൽ തനിക്ക് നേരിട്ട് കൈമാറണമെന്നും ഗവർണർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. ഗവർണർ അപ്പീൽ പോയത് ഖേദകരമെന്ന്
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BC നിയമന കേസിൽ കക്ഷി ചേരാൻ UGCയും സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ആർ അച്യുതൻ, 24, ഡൽഹി. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. പത്തനംതിട്ടയിൽ ബസ് കാത്തുനിന്ന വയോധിക കാർ ഇടിച്ചു മരിച്ചു. മലപ്പുറം എടവണ്ണയിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ +2 വിദ്യാർത്ഥിയും മരിച്ചു. കൊല്ലം കടക്കലിൽ മരുന്നു കയറ്റി വന്ന വാഹനമിടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരനു ദാരുണാന്ത്യം. പത്തനംതിട്ട എഴുമറ്റൂർ ചുഴനയിൽ ബസ് കാത്തുനിന്ന 75-കാരി പൊടിയമ്മയെയാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ബസ് കാത്തു നിൽക്കുന്നതിനിടെയായിരുന്നു അപകടം. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം എടവണ്ണയിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണാണ് +2 വിദ്യാർത്ഥി ഹനീൻ അഷ്റഫ് മരിച്ചത്. എടവണ്ണ IOHSSലെ +2 വിദ്യാർത്ഥിയാണ്. സുഹൃത്തിനൊപ്പം സ്കൂട്ടറിന് പുറകിലിരിക്കുകയായിരുന്ന ഹനീൻ അഷ്റഫ് റോഡിൽ വീണപ്പോൾ ടിപ്പർ ലോറിക്കടിയിൽപ്പെടുകയായിരുന്നു. സാരമായി പരിക്കേറ്റ സുഹൃത്ത് നാജിദ് ചികിത്സയിലാണ്. കൊല്ലം കടക്കലിൽ മരുന്ന് കയറ്റി വന്ന വാഹനമിടിച്ച് ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. കടക്കൽ കാറ്റാടിമൂട് സ്വദേശി വിജയനാണ് മരിച്ചത്. കടക്കൽ കാറ്റാടിമൂട്ടിലായിരുന്നു അപകടം. IMAയുടെ നിയന്ത്രണത്തിലുള്ള ലോറിയാണ് ഇടിച്ചത്. ന്യൂസ് ഡെസ്ക് 24. CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിൽ കേസെടുക്കേണ്ട എന്ന നിലപാടിൽ പോലീസ്. ലൈംഗികാരോപണം ഉന്നയിച്ച് സ്ത്രീകൾ പരാതി നൽകാത്തതിനാലാണ് കേസെടുക്കാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വ്യത്യസ്തമാണ് എന്നും പോലീസ് വിലയിരുത്തി. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം DCC വൈസ് പ്രസിഡന്റുമായ M മുനീറാണ് DGPക്ക് പരാതി നൽകിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുകയാണ്. മൊഴി നൽകാൻ പരാതിക്കാരനായ ഹഫീസ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ കുറെ ഭാഗമെങ്കിലും പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നു എന്ന സൂചനയാണ് ഇന്നലെ വന്നത്. അതിന് തുടർച്ചയാണോ നമ്മളിപ്പോൾ കാണുന്ന ഈ മൊഴിയെടുക്കൽ നടപടികൾ? തീർച്ചയായും വിജയകുമാർ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായിട്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം മൊഴിയെടുപ്പുകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യം പരാതി നൽകിയ എറണാകുളം സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ AH ഹാഫീസ് കേരള കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഗാന്ധിനഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അന്വേഷണം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മുന്നിലുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇരകൾ ആരും തന്നെ പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇരകളെ കൂടി കണ്ടെത്തി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മൂന്നാം കക്ഷികളായി പോലീസിലേക്ക് പരാതി നൽകിയവരുടെ മൊഴിയും അതുപോലെ തന്നെ അവരുടെ പക്കലുള്ള തെളിവുകളും ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിജയകുമാർ. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അച്ചടക്ക നടപടിയിലെ A ഗ്രൂപ്പ് വിമർശനത്തെ തള്ളുകയാണ് VD സതീശൻ അനുകൂലികൾ. രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അന്ന് യോജിച്ചവർ ഇന്ന് എതിർക്കുന്നു എന്നുമാണ് കുറ്റപ്പെടുത്തൽ. അതേസമയം രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവരുന്നതാണ് A ഗ്രൂപ്പിന്റെ വിമർശനത്തോടെ കണ്ടത്. ഇതോടെ ചിതറിക്കിടന്ന A ഗ്രൂപ്പ് വീണ്ടും സജീവമായി. CPIM നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും കേസുകളും വന്നപ്പോൾ ആരോപണ വിധേയർക്കെതിരെ കടുത്ത നടപടികൾ ഒന്നുമുണ്ടായില്ല. എന്നാൽ രാഹുലിനെതിരായ അച്ചടക്ക നടപടിയിൽ പ്രതിപക്ഷ നേതാവ് തിടുക്കം കാട്ടിയെന്നും വിമർശനമുയർന്നു. കൂടിയാലോചിച്ചെടുത്ത തീരുമാനത്തിൽ പുനരാലോചന ഇല്ലെന്ന നിലപാടിലാണ് VD സതീശൻ പക്ഷം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ആരോപണമുന്നയിച്ച സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. ആരോപണമുന്നയിച്ചവരുമായി ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ചെയ്ത 4 മാധ്യമപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഇതിനുശേഷമാകും രാഹുലിനെ ചോദ്യം ചെയ്യുക. 24 തിരുവനന്തപുരം.
കലാപം പൊട്ടിപ്പുറപ്പെട്ട 2 വർഷത്തിനു ശേഷം മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 13-ന് മോദി മണിപ്പൂരിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സന്ദർശനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒടുവിൽ മോദി മണിപ്പൂരിലേക്ക് എത്തുന്നു. കേന്ദ്രത്തിന്റെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനാണ് മോദി എത്തുന്നത്. ആദ്യം മിസോറാം സന്ദർശിക്കുന്ന മോദി ബൈരാബി സൈരാഗ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യും. ഐസ്വാളിനെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് 51 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റെയിൽവേ ലൈൻ. ഇതിനുശേഷമായിരിക്കും മണിപ്പൂർ സന്ദർശനം. മിസോറാം സർക്കാർ വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എന്നാൽ കേന്ദ്രം ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല. 2023 കുക്കി മെയ്തേയ് കലാപത്തിന് ശേഷം മോദി സംസ്ഥാനം സന്ദർശിക്കാത്തതിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നേരിട്ടും സംസ്ഥാനത്തെത്തിയിരുന്നു. 2 വർഷമായി തുടരുന്ന കലാപത്തിൽ 260ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചത് മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്. 24 ഡൽഹി. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 29 മരണം. ഹിമാചൽ പ്രദേശിലെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. യമുന നദിയിൽ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണ്. ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലുമായി നിരവധി പേരാണ് മരിച്ചത്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരണം 29ആയി. 2000-ലധികം പേരെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി ബാധിച്ച മേഖലകളിലെ സ്കൂളുകൾക്ക് ഇന്നും അവധിയാണ്. ഡൽഹിയിലും NCR മേഖലയിലും വെള്ളം കയറി. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയാൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി മയൂർ വിഹാറിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ലോഹാപൂരിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കും. 24 ഡൽഹി. വടക്കൻ കേരളത്തിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, മഴ ഓണ ദിവസങ്ങളിൽ മഴയായിരിക്കുമോ? പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും. അങ്ങനെയാണെങ്കിൽ ഈ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടല്ലേ? വിജയകുമാർ, ഉത്രാടം ദിവസം എന്താണെങ്കിലും സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. അതായത് നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രധാനമായും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ മഴ കനക്കാൻ കാരണമായി പറയുന്നത്. വടക്കൻ കേരളത്തിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിലെ ഈ ജില്ലകളിൽ നിലനിൽക്കുന്നു. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യത നിലനിൽക്കുന്നത്. മറ്റന്നാളാകട്ടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിൽ വടക്കൻ കേരളത്തിലായിരിക്കും ഒരുപക്ഷെ മഴ ഈ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി ലഭിക്കുക. ആ മേഖലയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. ജിവുമാർ. യെസ്, അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മഴക്കെടുതിയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ മലയാളി സംഘം ഷിംലയിലേക്ക് തിരിച്ചു. 18 മലയാളികളടക്കം 25 അംഗ സംഘമാണ് കൽപ്പയിൽ കുടുങ്ങിയത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഷിംലയിൽ നിന്നുള്ള ഇവരുടെ യാത്ര, കേരളത്തിലേക്കുള്ള യാത്ര അല്ലെ ഡൽഹിയിലേക്കുള്ള യാത്ര, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇവരെല്ലാവരും സുരക്ഷിതരായി അവരെയൊക്കെ ഉടനെ ഡൽഹിയിൽ എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇവർ ഹിമാചലിലെ കിനൌരിലുള്ള കൽപ്പയിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ ഇവിടെ സുരക്ഷിതമായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ളടക്കമുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇന്ന് പോലീസ് എത്തി അവർക്ക് ഈ ടാക്സി സൗകര്യം ഒരുക്കി കൊടുത്തത്. കിനൌറിൽ നിന്ന് ഈ നിഗുൽസാരി എന്ന പറയുന്ന സ്ഥലത്തേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇനി 20 കിലോമീറ്റർ വരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് വരെ അവരോട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പോകുന്ന വഴിയിൽ വീണ്ടും മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. അതിനെ തുടർന്ന് അവരിപ്പോൾ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് എത്തി ആ റോഡ് മാർഗം സഞ്ചാരി യോഗ്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവരെ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഏതാണ്ട് 180 കിലോമീറ്ററാണ് ഷിംലയിലേക്കുള്ളത്. ഷിംലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വിമാനമാർഗം അവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 18 മലയാളികളടക്കം 25 അംഗ സംഘമാണ് ഇതിലുള്ളത്. എന്തായാലും ഇന്നത്തെ യാത്ര അതെങ്ങനെ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ഇവരുടെ കേരളത്തിലേക്കുള്ള മടങ്ങി വരവ് ഉണ്ടാവുക. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
തുടർച്ചയായ 4-ാം ദിവസവും റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. പവന് 160 രൂപ കൂടി 77,800 രൂപയായി. ഗ്രാമിന് 20 രൂപ കൂടി 9,725 രൂപയായി. 10% പണിക്കൂലിയും GSTയും ചേർത്ത് ഒരു പവൻ ആഭരണ രൂപത്തിൽ വാങ്ങാൻ 88,000-ൽ അധികം രൂപ മുടക്കണം. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ സ്വർണം പവന് കൂടിയത് 4,560 രൂപയാണ്. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 101 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഇന്ത്യ, റഷ്യ, ചൈന കൂട്ടായ്മയ്ക്കെതിരെ അമേരിക്ക. കൂട്ടുകെട്ടിനെ വിമർശിച്ച് US വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്തെത്തി. കൂട്ടായ്മയെ ലജ്ജാകരമെന്ന് വിളിച്ച നവാരോ ഇന്ത്യ റഷ്യയ്ക്കൊപ്പമല്ല അമേരിക്കയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്നും പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവെന്ന നിലയിൽ സ്വേച്ഛാധിപതികളായ പുടിനും ഷീ ജിൻപിങ്ങിനുമൊപ്പം മോദി സഹകരിക്കുന്നത് ലജ്ജാകരവും അർത്ഥശൂന്യവുമാണെന്നായിരുന്നു പീറ്റർ നവാരോയുടെ പ്രതികരണം. ചൈനയുമായി കാലങ്ങളായി തർക്കങ്ങളുള്ള ഇന്ത്യ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഉറപ്പില്ലെന്നായിരുന്നു നവാരോ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞത്. ഇന്ത്യ സഹകരിക്കേണ്ടത് അമേരിക്കയുമായും യൂറോപ്പുമായും യുക്രൈനുമായുമായിരിക്കണമെന്ന് പറഞ്ഞ നവാരോ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു. മോദി, ഷീ ജിൻപിങ്, പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയമായ ദുരന്തമെന്ന പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരുന്നു. 0 തീരുവയ്ക്ക് സമ്മതമറിയിച്ചെന്ന ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളി. അതേസമയം അമേരിക്കയുടെ സാമ്പത്തിക സ്വാർത്ഥതയ്ക്ക് ഇന്ത്യ കീഴടങ്ങില്ലെന്ന നിലപാട് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. आर्थिक स्वार्थ से पैदा हुई चुनौतियां हैं, उस माहौल में भारत ने 7.8% की ग्रोथ हासिल करके दिखाई है. इंटरनेशनल डेस्क 24. ഓണം മൂഡിൽ 24. നാടാകെ ഓണാഘോഷത്തിന്റെ ലഹരിയിലാണ്. 24 ഹെഡ്ക്വാർട്ടേഴ്സിലും ബ്യൂറോകളിലും ഇന്നാണ് ഓണാഘോഷം. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടവും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്ത് ബ്യൂറോയിൽ ഓണാഘോഷം എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അവിടെ? വിജയകുമാർ, വലിയ വാർത്താ തിരക്കുള്ള ഒരു ബ്യൂറോ ആണ് തിരുവനന്തപുരം ബ്യൂറോ. പക്ഷേ ഓണം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. മാത്രമല്ല, വലിയ ആഘോഷം ഓണത്തിന്റെ ഭാഗമായി നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ ഇന്ന് ഉച്ച മുതലാണ് നമ്മൾ ഓണാഘോഷം തുടങ്ങിയത്. പടക്കം പൊട്ടിച്ചിട്ടുള്ള ഓണാഘോഷം, അതിനപ്പുറത്തേക്ക് വലിയ പരിപാടികളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബ്യൂറോയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് എത്തിയാൽ നമ്മളുടെ ടീം ഒരുക്കിയ അത്തപ്പൂക്കളം കാണാൻ സാധിക്കും. വലിയ ആവേശത്തിൽ നമ്മളുടെ ടീമിന്റെ ആ ഒരു ഓണാഘോഷ വിളികളൊക്കെ കേൾക്കാം. ഇനി സദ്യയാണ്. സദ്യ അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. ഇപ്പോഴും വലിയ വാർത്താ തിരക്കുകൾക്ക് കുറച്ചുപേർ പുറത്താണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീമിനെ ഇവിടെ കാണാൻ സാധിക്കും. ഇന്നലെ രാത്രി നമ്മുടെ എല്ലാ വാർത്താ തിരക്കുകളും കഴിഞ്ഞ അർദ്ധരാത്രി ഇരുന്നാണ് നമ്മൾ ഈ അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കിയത്. മനോഹരമായ ഒരു അത്തപ്പൂക്കളം നമ്മൾ 24ന്റെ എല്ലാ കാലവും നമ്മൾ ഒരുക്കുന്ന പോലെ നമ്മൾ 24ന്റെ അത്തപ്പൂക്കളമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ആൾക്കാരുണ്ട്. മേഖലയുണ്ട്. മേഖല ഒരു കണ്ണൂരുകാരിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഓണം കൊണ്ട് തിരുവനന്തപുരത്ത് ഓണം എന്ന് പറഞ്ഞാൽ 1 മാസക്കാലമായിട്ട് ഇവിടെ ഓണക്കാലമാണ്. അത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കുന്നത്. അതിന്റെ എല്ലാ വൈബും ഉണ്ട്. ഇവിടുത്തെ സദ്യ, പൂക്കളം എല്ലാം വൈബാണ്. റിനു എങ്ങനെയുണ്ട്? റിനു മറ്റൊരു ചാനലിൽ നിന്ന് 24ലേക്ക് വന്ന ശേഷമുള്ള ആദ്യ ഓണമാണ്. എങ്ങനെയുണ്ട്? കളർഫുൾ ആണോ? 24നൊപ്പം ആദ്യ ഓണം കളർഫുൾ ആണ്, വൈബാണ്, ട്രെൻഡാണ്. ഉമേഷും സമാനമാണ്. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? പറഞ്ഞു എന്തായാലും ആദ്യ ഓണം ഹാപ്പി. ഇനി നമ്മളുടെ എല്ലാ ആഘോഷങ്ങൾക്കും നമ്മളുടെ ഒരു മുഖ്യ മുഖം അത് അലക്സ് റാം മുഹമ്മദാണ്. അലക്സ് റാം മുഹമ്മദിനെ പറയാതെ പോകാൻ കഴിയില്ല. അലക്സ്, എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് പരിപാടി? ചുമ്മാ കളറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ വെല്ലുവിളിക്കുന്നു. ബാക്കി എല്ലാ ബ്യൂറോസിനും നമ്മൾ വെല്ലുവിളിക്കുന്നു. ഫൈറ്റ് ചെയ്തോ. പരസ്യ വെല്ലുവിളി കൂടിയാണ്. കണ്ണാടിയൊക്കെ പുതിയ കണ്ണാടി, പുത്തൻ കണ്ണാടി, ഫുൾ ടെറർ.
നമ്മുടെ ബ്യൂറോയിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള റണ്ണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ടീം ഇവിടെ ഉണ്ട്. ഇതാ സലീം മാലിക് ഇവിടെ ഫാമിലി ആയിട്ട് വന്ന് ഒളിച്ചു നിൽക്കുകയാണ്. സലീം എങ്ങനെയുണ്ട്? ഓണം എങ്ങനെയുണ്ട്? ഇന്ന് അവധിയാണ് സലീം മാലിക്, പക്ഷേ സലീം അവധിയൊക്കെ ക്യാൻസൽ ചെയ്ത് ഓടി വന്നതാണ്. അടിപൊളി അടിപൊളി. സുന്ദരിക്ക് പൊട്ടുവിടാൻ വന്നതാണ് സലീം എന്നാണ് സലീം പറയുന്നത്. സലീമിന്റെ മകനാണ്. ഫാമിലി ഉണ്ട് പുറകില്, ഫാമിലി നിൽപ്പുണ്ട്. മനീഷ് മഹിബാൽ നിൽക്കുന്നുണ്ട്. മനീഷ് എങ്ങനെയുണ്ട്? ഓണം അടിപൊളി അടിപൊളി. ഒറ്റ വാക്കൽ അടിപൊളി. ഇത്രേ ഉള്ളൂ. ഗംഭീരം. അതാണ്. ഇനിയിപ്പോൾ നമ്മൾ സദ്യവട്ടങ്ങളിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മളെ ഫുൾ ക്രൂവിനെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ 2 ക്യാമറമാരുണ്ട്. അഭിലാഷ് തൊഴുവങ്കോടും ജുനുവസ് രാജും ഉണ്ട്. ഇതല്ല നമ്മളുടെ തിരുവനന്തപുരത്തെ ഓണാഘോഷം. ഇത് നമ്മൾ ഈ വാർത്തകളൊക്കെ ഒതുക്കിയ ശേഷം ഉച്ചയ്ക്ക് ഓണം തുടങ്ങുകയാണ്. ഇനിയാണ് നമ്മുടെ ഓണ പരിപാടി ഗംഭീരമാകാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികളും മറ്റു പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു ആർപ്പോ വിളിച്ച് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. അലക്സേ, റെഡിയാക്കാം. അടിപൊളിയാണ്, കളർഫുൾ ആണ്. നമ്മളുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. എസ് വിജയകുമാർ. ശരി ഷഫീദ്, ഇനി കലാപരിപാടി ഉണ്ട്. എന്താകുമോ എന്തോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയാണ് വിശദാംശങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്ന. വിശദാംശങ്ങളല്ല, വിശേഷങ്ങൾ. സൂര്യശ്രീ, എന്താണ് കൊച്ചിയിലെ ആഘോഷം? സദ്യവട്ടമൊക്കെ എവിടെ എത്തി? ഇലയിട്ടിരുന്ന് തുടങ്ങിയോ? വിജയകുമാർ, വാർത്തകൾക്കൊപ്പം തന്നെ നമ്മളിതാ ഓണാഘോഷവും വളരെ കളറായിരിക്കുകയാണ്. ഓണം മൂഡ്, പൊളി മൂഡ്, വൈബ് മൂഡ് എന്ന് തന്നെ പറയാം. 24ന്റെ ഹെഡ് ഓഫീസിൽ ഇതാ കലാകായിക മത്സരങ്ങളൊക്കെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റൊട്ടികടി മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടത്. വാശിയേറിയ റൊട്ടികടി മത്സരത്തിൽ നമ്മുടെ പ്രധാന അവതാരകരായ ഹാഷ്മി അടക്കമുള്ളവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. വാശിയേറിയ മത്സരം എന്ന് തന്നെ പറയാം. രാവിലെ മുതൽ തന്നെ റൊട്ടികടി ആരംഭിച്ചു. അതേസമയം തന്നെ മേളിൽ നല്ല തൂശൻ ഇലയിട്ട ഊണ്, എല്ലാ കറികളും വിഭവസമൃദ്ധമായ ഓണസദ്യ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അതൊരു വശത്ത് നടക്കുന്നു. ഇവിടെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നു. ഈ റൊട്ടികടിക്ക് ശേഷം സുന്ദരിക്ക് പൊട്ടുകുത്തൽ, നാടൻ പാട്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളെല്ലാം തരും. നമ്മുടെ പ്രധാനപ്പെട്ട അവതാരകരും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഓണം വൈബിലാണെന്ന് തന്നെ പറയാം. ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയാണ്. ഇവിടെ റൊട്ടികടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 1-2 റൗണ്ട് കഴിഞ്ഞു. അടിപൊളി മത്സരങ്ങളാണ്. ഞങ്ങൾ 4 ടീമായിട്ട് തിരിഞ്ഞ് വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. സോ ഗുഡ്. ഞങ്ങൾ ആദ്യം രാവിലെ തുടങ്ങി ഇങ്ങനെ ഞങ്ങളുടെ വസ്ത്രധാരണത്തിലായാലും എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകണം. നന്നായി. അത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയുന്ന കളറാണ് ഫുള്ള്. എല്ലാവരും വളരെ സുന്ദരിമാരും ഒക്കെയായി തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് തന്നെ പറയാം. ബ്യൂറോയും ഒപ്പം തന്നെ 24ന്റെ ഹെഡ് ഓഫീസും സംയുക്തമായാണ് ഓണാഘോഷങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വളരെ വാശിയേറിയ വടംവലി മത്സരം, അതുപോലെ തന്നെ നാടൻ പാട്ട്, അതുപോലെ ഡാൻസ്, അങ്ങനെ നിരവധി പരിപാടികൾ ഉണ്ടാവുന്ന. ഇപ്പോൾ നിലവിൽ റൊട്ടികടി മത്സരം പുരോഗമിക്കുകയാണ്. മേലെ സദ്യ നടക്കുന്നുണ്ട്. അവിടെ ഒരു ടീം അവിടെ ഉണ്ട്. അതിനുശേഷം ഇവിടെ താഴെ ഒരു ടീമുണ്ട്. അങ്ങനെ നിരവധി കലാകായിക മത്സരങ്ങളിലൂടെ ഈ ഓണാഘോഷം 24 കളറാക്കുകയാണെന്ന് തന്നെ പറയാം. യെസ്, സൂര്യശ്രീ, ഈ വിവരങ്ങൾ പറയുന്നതിനിടയ്ക്ക് എന്നോട് PCR നിന്ന് വിഷ്ണു പറയുകയാണ്, ഞങ്ങൾ കുറച്ച് ആളുകൾ ഇതിലൊന്നും പങ്കെടുക്കാതെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളറ്റിൻ കഴിഞ്ഞിട്ട് അവരും ഓണാഘോഷത്തിന്റെ ഭാഗമാവും. അപ്പോൾ ഞങ്ങളും താഴേക്ക് വരാം. ഇപ്പോൾ ഹാഷ്മി അവിടെ റൊട്ടികടി മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മറ്റാരും ആ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു വിവരം കൂടി കിട്ടുന്നുണ്ട്. ഒരു പുതിയ വിവരമാണ്. അപ്പോൾ ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്, അല്ലെങ്കിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കോഴിക്കോട്ട് നിന്ന് ചേരുന്നത്. ദീപകിന്റെ ടീമിന്റെ ഓണാഘോഷം 2-3 ദിവസം മുമ്പ് തുടങ്ങി. പ്രൊമോഷണൽ വീഡിയോ ഒക്കെ നേരത്തെ കണ്ടു. ദീപക് ധർമ്മടം സംവിധാനം ചെയ്ത ഒരു വീഡിയോ, അത് കണ്ടപ്പോൾ തന്നെ എന്താണ് ഈ ഓണാഘോഷം എങ്ങോട്ടാ പോകുന്നതെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എന്താണ് കോഴിക്കോട് ബ്യൂറോയിലെ ആഘോഷം? വിജയകുമാർ പറഞ്ഞ ശരിയാണ്. ആ പ്രൊമോ വലിയ റീച്ച് കിട്ടി. 11K ഇപ്പൊ തന്നെ പിന്നിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ആഘോഷം. നമുക്ക് ആദ്യം പൂക്കളത്തിലേക്ക് പോകാം. മിഥില ബാലന്റെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുക്കിയത്. പക്ഷേ മിഥില ബാലൻ എത്തുന്നതിന് മുൻപ് തന്നെ രാജേഷ് വളരിക്കൊണ്ട് പണി തുടങ്ങി കഴിഞ്ഞു എന്നുള്ള ഒരു പരാതിയുണ്ട്. പക്ഷേ ആ പരാതിയിലും സന്തോഷം മാത്രമാണ്. ഇതാ നിഖിൽ പ്രമേഷ്, നമ്മുടെ ഭാവഗായകൻ ഇവിടെയുണ്ട്. അതിലപ്പുറത്തേക്കുള്ള ഭാവഗായകൻ സമീർ ഇവിടെയുണ്ട്. നിഖിലെ, നമുക്ക് പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടല്ലോ. എവിടെ ഷാഹിദ് റഹ്മാൻ എന്താ പറയുക? ഷാഹിദ് റഹ്മാൻ മേക്കപ്പ്. ഇതിലൊരു പ്രശ്നം എന്താ അറിയോ വിജയ? ഷാഹിദ് റഹ്മാൻ അറിയാതെ ഷാഹിദ് റഹ്മാന്റെ ഉമ്മയെ നമ്മളോട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഷാഹിദ് റഹ്മാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ചീഫ് ഗസ്റ്റ് ആയിട്ട് നമുക്കിവിടെ ഋതുകുടൻ നമ്മുടെ ഋതുകുട ഒരു 2 പേര് ഇപ്പൊ അങ്ങ് പാടിയല്ലോ. എന്റെ ഒരു ഓണ സോങ് ഇൻട്രോ ഒന്നുമില്ല, എന്റെ ഒരു മലയാള സോങ് ഇറങ്ങിയിട്ട് അത് ഞാൻ പാടാണേ. ഒരു നീർത്തമൂളം തണ്ടിൻ ശ്രുതി സുന്ദരനാദം പോൽ മധുരം തരളം വിരിവൂ മനസ്സിൽ കനവുകളുടെ തിരുവോ
ബാല്യസ്മരണകളുടെ തിരുവോണം. ഓണം പൊന്നോണം തിരുവോണം. ഓണം പൊന്നോണം തിരുവോണം. താങ്ക് യു. ബാല്യകാല സ്മരണയിൽ തന്നെയാണ് ഇതുകൊണ്ടുള്ളത്. മേക്കപ്പ് കഴിഞ്ഞ് എത്തിയിരിക്കുന്നു. ഷഹദെ, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയില്ലേ ഉമ്മാനെ കണ്ടപ്പോൾ? ഇതാ ഈ ഷഹദിന്റെ ഉമ്മാനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഷഹദ്. കാരണം എന്താ അറിയോ, ഷഹദ് അറിഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മാനെ കൊണ്ട്. കാരണം എന്താ അറിയോ, ഇവൻ മുടക്കാൻ നോക്കൂ. എന്നോട് ഇന്നലെ പറഞ്ഞതറിയോ, ഉമ്മക്ക് സുഖമില്ല വരുന്നില്ല എന്ന്. ഞാൻ വിളിച്ചു, നേരെ ഉമ്മ വന്നു. അല്ലേ ഉമ്മ, എന്താ അവസ്ഥ? എന്നിട്ട് പിന്നെന്താ വന്ന് സാറങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഏതായാലും എത്തിയിട്ടുണ്ടാ. വേറെ അതിഥികളുടെ സുമേഷ് ഇതാ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് ഇന്ന് വൈകുന്നേരം. വീട്ടിൽ ഓണം കൂടാൻ വേണ്ടി. ഇതാ ഇവിടെ 2 വനിതകളുണ്ട്. നിഖിലെ, ഈ വനിതകളെ നേരിടാൻ നീ തന്നെ വേണ്ടി വരും, ഇല്ലെങ്കിൽ ഇവർ സംസാരിക്കില്ല. ഇത് നമ്മുടെ രാധാകൃഷ്ണൻ. ഇതാ നവദമ്പതികള്. ഇതാ ഇവിടെ 2 പേര്, ഞാനും ഭാര്യയുണ്ട്. മറ്റേ ഗോകുല് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നിഖില് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ല. ഇവരെ ഉറപ്പായിട്ടും നമ്മുടെ തവണത്തെ വലിയ സന്തോഷം നമ്മുടെ സ്ട്രിങ്ങർമാരും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഓൾറെഡി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, നേരത്തെ ഒരുപാട് അവിടെ വന്നപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചപ്പം ഉറപ്പായിട്ട് നിങ്ങളുടെ ഓണാഘോഷത്തിന് ഞാൻ എത്തിച്ചേരുന്നു പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ? സൂപ്പറാണ്, കൂളാണ്, എന്ന് കാണുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ഒരു തമാശയുള്ളത്, നമ്മുടെ മിഥിലയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ദീപകന്റെ വൈഫ് നീത ചേച്ചി. നിങ്ങൾ കോളേജിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ടോ? കോളേജിൽ കണ്ടിട്ടുണ്ട്. ആ കാര്യം ഞാൻ അറിഞ്ഞില്ല. ദീപകൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ സമീർ, എങ്ങനെയാണ് ഇവിടെ ഷഹദ് മുങ്ങിയോ? ഷഹദ ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്നു അവിടുന്ന്. എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറ, എന്തിനാ ഭീഷണിപ്പെടുത്തുന്ന ഉമ്മാന? അല്ല, നമുക്ക് പാട്ടും ബഹളൊക്കെ വേണ്ടേ? ഡാൻസിലേക്ക് പോവാണ് നമ്മള്. ഓണം മോഡ്. ഏത് മൂടാണ് ഋതുകൂട്ടാ? ഏത് മൂടാ? പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നേ. ഇവൻ തന്നെ ഓപ്പറേറ്റർ. പക്ഷെ ഒരു കാര്യം, ഗുജറാത്തിൽ നിന്നാണ്, സൂറത്തിലെ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് ഋതുക്കൂട്ടൻ എത്തിയത്. 2 പരിപാടി, മുംബൈയിലൊരു പരിപാടി, അത് കഴിഞ്ഞ് സൂറത്ത്, അവിടെ നിന്നാണ് എത്തിയത് അല്ലേ? എങ്ങനെയായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. 24 ഓണം എങ്ങനെയുണ്ട്? സത്യം പറ, നീ ഫ്ലവേഴ്സിൽ ഓണമൊക്കെ ഒരുപാട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വന്നിട്ട് ഓണത്തിന്റെ ഇങ്ങനെ ആഘോഷിക്കുന്നത്. എന്തായാലും ഇനി ഫുള്ളുണ്ടല്ലോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? എത്തിയിട്ട് എന്ത് അടിപൊളി തന്നെ. ഓക്കെ ഷഹദ, അപ്പൊ നമ്മള് പൊളിക്കണം. ഡാൻസിന്റെ ചാർജ് ഷഹദിനാണ് കേട്ടോ, പാട്ടിന്റെ ചാർജ് നിഖില്, സമീർ, ഡാൻസ് ഷഹദ്, ആശിഷ്. ഇതാ നമ്മളെ ടീമിനെ എല്ലാവരും ഒന്ന് കാണിക്കാം. ദീപക്, നിങ്ങൾ എല്ലാവരെയും കണ്ടു. നിങ്ങൾ അടിച്ചു പൊളിക്ക്, ഗംഭീരമാക്ക്, സദ്യയൊക്കെ കഴിച്ച് ഉഷാറാക്ക്. അപ്പോൾ നമുക്ക് ഡൽഹിയിലേക്ക് പോകണം. അവിടെ ഡൽഹി മലയാളികളുടെ ഓണമാണ്. ബൽറാം നെടുങ്ങാടിയും അവിടുന്ന് ഓണവിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു കേരള ഹൗസിലെ ഓണാഘോഷം ഇന്ന് അവസാനിക്കുകയാണെന്ന്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച്, ഡൽഹി മലയാളികളെ സംബന്ധിച്ച് ഓണാഘോഷം ദീർഘനാൾ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. എന്താണ് നമ്മളുടെ ബ്യൂറോയിലെ ആഘോഷ പരിപാടികൾ? എവിടെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അല്ലേ? ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ 10 ദിവസത്തെയോ ആഘോഷമല്ല. അടുത്ത ഓണം വരെ വിവിധ സംഘടനകൾ, ആളുകൾ, മറ്റ് കുടുംബങ്ങൾ എന്നിവരുടെ ഓണാഘോഷങ്ങൾ നടക്കും. നമ്മുടെ ബ്യൂറോയിലെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയൊരു പൂക്കളം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂക്കളും ഒപ്പം തന്നെ മറ്റ് സാമഗ്രികളും സദ്യയും എല്ലാം ഒപ്പിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പ്രത്യേക ചന്തകളിൽ മാത്രമേ പൂക്കളെല്ലാം രാവിലെ മാത്രമേ ലഭിക്കുകയുള്ളൂ. വിജയകുമാർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു വിവാഹ വാർഷിക ദിനം കൂടിയാണ്. എൻ്റെയും വിനീതയുടെയും 2ാം വിവാഹ വാർഷിക ദിവസം കൂടിയാണ്. ആ ആഘോഷവും ഇതിനോടൊപ്പം തന്നെ നടക്കുകയാണ്. എല്ലാവരും വലിയ ഒരു ഓണാഘോഷത്തിന്റെ സന്തോഷത്തിലാണ്. വിനീത, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഇത്തവണത്തെ ഓണം നമ്മളിങ്ങനെ ആഘോഷിച്ച് തുടങ്ങി. എനിക്കൊന്ന് ബൽറാം പറഞ്ഞതുപോലെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഓണം ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല. നമുക്കിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആഘോഷങ്ങളുണ്ട്. ഇന്നലെ കേരള ഹൗസിൽ നമുക്ക് ഓണ സെലിബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഓണ സെലിബ്രേഷനാണ്. നമ്മൾ രാവിലെ തന്നെ പൂക്കളൊക്കെ വാങ്ങി, അങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുകയാണല്ലേ നമ്മുടെ ആഘോഷം. നമ്മുടെ 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഓണാഘോഷം. അപ്പോൾ തന്നെ ഇത് സമയത്ത് ഈ അത്തപ്പൂക്കളം തീർന്നതാണ് എന്തുകൊണ്ട് നന്നായത്. സാധാരണ ഇത് തീരാറില്ല. എന്തായാലും ഇത്തവണ അതിഗംഭീരമായിട്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട്, എല്ലാവരും ഉണ്ട്, നമ്മുടെ എല്ലാ ടീമുകളും ഉണ്ട്, അങ്ങനെ പങ്കെടുത്തുകൊണ്ട് ഇതാ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ ലൈവിന് ശേഷമാണ് ബാക്കി ആഘോഷം. നമ്മുടെ ക്യാമറാമാൻ ജോഗേഷ് സിംഗ്, ഓണം കൈസേ?
अच्छा है, हर साल मनाते हैं, एक साथ सब लोग मिलके मनाते हैं और अच्छा लगता है सबके साथ एक साथ मिलके। और ओणम की सबको बधाई है 24 से सारी फैमिली को, पूरा ओणम की सबको हैप्पी ओणम ऑल टू आवर 24 न्यूज़। നമ്മുടെ മാർക്കറ്റിംഗ് ടീം എല്ലാം നമ്മളോടൊപ്പം തന്നെ ഈ ഓണാഘോഷത്തിനുണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് മേധാവി അദ്ദേഹം നമ്മളോട് ഓണാശംസകൾ എങ്ങനെയാണ് ഓണം എന്ന് വിശദീകരിക്കുകയാണ്. കൈസേ ഓണം സെലിബ്രേഷൻ? Wonderful kind of experiment and the effort people done, and I wish each and everyone happy Onam, enjoy and have a great time ahead. നമ്മുടെ സാരഥികളെല്ലാം ഉണ്ട്. രവി, കൈസേ ഓണം? കൈസേ? ഓക്കെ, അച്ഛാ. നമ്മുടെ മാർക്കറ്റിംഗ് ടീമിലെ തന്നെ ഐശ്വര്യയാണ് മലയാളി. മാർക്കറ്റിംഗ് ടീമിലെ ഏക മലയാളിയാണ് ഐശ്വര്യ. എങ്ങനെയാണ് ഓണം? സുഖം, നല്ല ഏറ്റവും സൂപ്പർ ഓണമാണ്. എൻ്റെ ഇത് രണ്ടാമത്തെ ഓണമാണ് 24 ന്യൂസിൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. താങ്ക് യു. ഓണം ഫസ്റ്റ് ടൈം ഓണം അച്ഛ. നമ്മുടെ അജീഷ് മുണ്ട് വാങ്ങിക്കാൻ പോയി ഇപ്പം തിരികെ എത്തിയിട്ടുണ്ട്. അവസാന നിമിഷമായിരുന്നു മുണ്ട് വാങ്ങിച്ചെത്തിയത്. എങ്ങനെ മുണ്ട് കിട്ടി? മുണ്ട് കിട്ടാനുള്ള ഓട്ടമായിരുന്നു. എന്തായാലും 24 ന്യൂസിലെ ഡൽഹിയിലെ ആദ്യത്തെ ഓണം, അതുകൊണ്ട് മുണ്ടില്ലാതെ പറ്റില്ല. അതുകൊണ്ട് എവിടെ 12:30 ഇറങ്ങിയതാണ്. അവസാനം കിട്ടി, മുണ്ട് കൊടുത്തോണ്ട് ഓണാഘോഷിക്കാതെ പറ്റി. ഇതുപോലെയാണ് വിജയകുമാർ ഈ നമ്മുടെ ഡൽഹി ബ്യൂറോയിലെ ഓണാഘോഷം അല്ലെ, അവരൊക്കെ ഓണാശംസകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു മിനി ഇന്ത്യയാണ് നമ്മുടെ ഡൽഹി ബ്യൂറോ എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ വിജയകുമാർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സാധികളെല്ലാം തന്നെ ഡൽഹി പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ആഘോഷം തന്നെയാണ് ഡൽഹി ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം ഈ ഓണാഘോഷം എന്നുള്ളത്. അതിൻ്റെ എല്ലാ മലയാളികൾ എങ്ങനെ ആഘോഷിക്കുന്നോ കേരളത്തിൽ അതുപോലെ തന്നെ ആഘോഷിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. വിജയകുമാർ. യെസ്, അപ്പോൾ ബൽറാമിനും വിനീതയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ കൂടി നേരുകയാണ്. ഞാനിപ്പോഴാണ് നിങ്ങളുടെ വിവാഹ വാർഷികം ഈ ഓണക്കാലത്തായിരുന്നു, ആ വിവാഹം ഓണക്കാലത്തായിരുന്നു എന്ന് ഞാൻ ഓർത്തത്. അപ്പോൾ ഒരിക്കൽ കൂടി വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അപ്പോൾ എല്ലായിടത്തും ഓണാഘോഷമാണ്. ഞങ്ങളുടെ ബ്യൂറോകളും ഈ പറയുന്ന ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ഈ വാർത്താ തിരക്കുകൾക്കിടയിലും കിട്ടുന്ന സമയത്ത് ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മുൻകൂട്ടി ഓണാശംസകൾ നേരുന്നു. ഓണത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അതിനു മുമ്പ് പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. US വ്യാപാര സെക്രട്ടറി ഇന്ന് വാർത്തകളിൽ നിറഞ്ഞതാണ്. ആരാണ് US വ്യാപാര സെക്രട്ടറി? ഇതാണ് ആ ചോദ്യം. ഇപ്പോഴും സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 101 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ ഒരുക്കുന്നതിനായുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു. കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഓണവിഭവങ്ങളുമായി ഇത്തവണ യാത്ര തിരിച്ചത്. ഐതിഹ്യവും ചരിത്രവും ഇഴചേർന്ന യാത്രയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പതിവ് തെറ്റിക്കാതെയാണ് ഇക്കുറിയും മങ്ങാട്ട് ഭട്ടതിരി കാട്ടൂരേക്ക് യാത്ര തിരിച്ചത്. കൃത്യം 11:45 തന്നെ കുമാരനെല്ലൂരിലെ മങ്ങാട്ടില്ലത്തു നിന്നും യാത്ര ആരംഭിച്ചു. മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണയും കാട്ടൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എവിടെയായിരുന്നാലും തിരുവാറന്മുളപ്പൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ നിത്യപൂജയുണ്ട്. അങ്ങേയറ്റം വലിയൊരു നിയോഗമാണ്. അത് അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി നിറവേറ്റുന്നു. ഓണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളാണ് ഈ അകമ്പടി തോണിയിൽ കൊണ്ടുപോകുന്നത്. മീനച്ചിലാറ്റിലൂടെയും വേമ്പനാട്ട് കായലിലൂടെയും പമ്പയിലെത്തുന്ന തോണി തിരുവോണത്തലേന്ന് കാട്ടൂരിലെത്തും. ഇവിടെ നിന്നും 18 തറവാടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഭട്ടതിരിക്കൊപ്പം യാത്രയിൽ ചേരും. തുടർന്ന് തിരുവോണനാളിൽ തിരുവോണ തോണിയിൽ ഭട്ടതിരി ആറന്മുളയിലെത്തും. ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴപൂജയ്ക്ക് ശേഷമാണ് നാരായണ ഭട്ടതിരിപ്പാട് മടങ്ങുക. 24 കോട്ടയം.
കർണാടകയിൽ നിന്ന് ഓണക്കാല സ്പെഷ്യൽ സർവീസുകളുമായി കർണാടക ആർടിസി ഇന്നും നാളെയും മറ്റന്നാളുമായി 90 സ്പെഷ്യൽ സർവീസുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മംഗളൂരുവിൽ നിന്നുമാണ് സർവീസുകൾ തുടങ്ങുക. സർക്കാർ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ടാകും. നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാതെ വലയുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് സ്പെഷ്യൽ സർവീസുകളുടെ ക്രമീകരണം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അമ്മയെക്കുറിച്ചുള്ള പരാമർശത്തിൽ വൈകാരിക പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെയും RJDയുടെയും പരാമർശം തനിക്കേറെ ദുഃഖമുണ്ടാക്കി. തന്റെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചു. രാജ്യത്തെ മുഴുവൻ അമ്മമാരെയും അപമാനിക്കുന്ന പരാമർശത്തിൽ മാപ്പ് പറയണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയെയും ചേർത്ത് അല്ലെങ്കിൽ ആ തരത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഈ വോട്ടധികാര യാത്രയുടെ ഒരു ഘട്ടത്തിൽ വലിയ സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കോൺഗ്രസ് BJP ഏറ്റുമുട്ടൽ, കായികമായ ഏറ്റുമുട്ടലിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് അക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഈ വിവാദങ്ങൾക്കിടെ പ്രതികരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വൈകാരിക പ്രതികരണമാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഈ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം അത് വലിയ സംഘർഷങ്ങൾക്ക് BJPയും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും RJD പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. BJP നേതാക്കൾ ഇതിനെ അപലപിച്ചുകൊണ്ട് തുടർച്ചയായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് തൻ്റെ മാതാവിനോടുള്ള ഒരു അവഹേളനം, അപമാനം എന്നതിനപ്പുറത്തേക്ക് മാതൃത്വത്തോട് രാജ്യത്തെ മുഴുവൻ മാതാക്കളെയും അപമാനിക്കുന്ന ഒരു നടപടി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തൻ്റെ വ്യക്തിപരമായ സാഹചര്യം അദ്ദേഹം എടുത്തു പറഞ്ഞ് ദാരിദ്ര്യത്തിലൂടെ ഏറെ കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചാണ് തൻ്റെ മാതാവ് തന്നെയും തൻ്റെ സഹോദരങ്ങളെയും വളർത്തിയത്. അതുപോലെയുള്ള ത്യാഗങ്ങൾ സഹിച്ച് തന്നെയാണ് ലോകത്തെ ഓരോ മാതാവും മക്കളെ, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപമാനം, അവഹേളനം കേൾക്കുമ്പോൾ തനിക്ക് രാജ്യത്തെ മുഴുവൻ സഹോദരിമാരുടെയും മാതാക്കളുടെയും മുഖം ഓർമ്മ വരുന്നുണ്ട് എന്നും ബീഹാർ എപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു നാടാണ്, അവിടെ വെച്ച് ഇങ്ങനെയുണ്ടായതിൽ ഏറെ ദുഃഖകരമാണ് എന്നും കോൺഗ്രസും RJDയും മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിവൈകാരികമായ ഒരു പ്രതികരണവുമായി ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ വോട്ടർ അധികാർ യാത്രയും തുടർന്ന് വലിയ തോതിലുള്ള ഒരു വിജയമായി തങ്ങളുടെ ആ യാത്രയും തുടർന്ന് നടത്തിയ പൊതുസമ്മേളനവും എന്നാണ് കോൺഗ്രസും പ്രതിപക്ഷവും അവകാശപ്പെടുന്നത്. അതിനെ വലിയ ആഘാതമേൽപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു വൈകാരികമായ പ്രതികരണം. വിജയകുമാർ, ശരി ബൽറാം, എന്താണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എന്ന് നമുക്ക് കേൾക്കാം, കാണാം. बिहार में RJD कांग्रेस के मंच से मेरी मां को गालियां दी गई. ये गालियां सिर्फ मेरी मां का अपमान नहीं है, ये देश की मां, बहन, बेटी का अपमान है.